രാധേ രാധേ. നാളെ അഷ്ടമി രോഹിണിയാണ്. അഷ്ടമി രോഹിണി നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടാടേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യുക? വിഷുക്കണി പോലെ എല്ലാം ഒരുക്കി വെക്കുക. എന്നിട്ട് രാവിലെ ചെന്ന് കണ്ണും പൂട്ടി ഭഗവാന്റെ അടുക്കലേക്ക് പോവുക. ചെന്ന് കണി കാണുന്നത് ഭഗവാനെ ആയിരിക്കണം. ഭഗവാനെ കണ്ട് തൊഴുക. അതിനുശേഷം നിങ്ങൾ കുളിച്ചിട്ട് വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം പറയേണ്ടത് മന്ത്രമല്ല, ഭഗവാനെ നമസ്കരിക്കുകയാണ്. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമസ്കരിക്കണം. വൃന്ദാവനേശ്വരിയുടെ വല്ലഭനായ രാധാകൃഷ്ണനെ ഞാൻ നമിക്കുന്നു. വൃന്ദാവനേശ്വരിയുടെ വല്ലഭനായ രാധാകൃഷ്ണനെ ഞാൻ നമിക്കുന്നു. ഗോപികാ വല്ലഭനെ ഞാൻ നമിക്കുന്നു. രുക്മിണി വല്ലഭനെ ഞാൻ നമിക്കുന്നു. സത്യഭാമ വല്ലഭനെ ഞാൻ നമിക്കുന്നു. അതിനുശേഷം ഭഗവാനെ അത്യുച്ചത്തിൽ സ്തുതി വിളിക്കുന്നു. ജയ് ശ്രീകൃഷ്ണേശ്വര, ജയ് ശ്രീ രാധേശ്വര. അതിനുശേഷം ഭഗവാന് ജന്മദിനാശംസകൾ നേരുന്നു. എന്നിട്ട് ഭഗവാന് അഷ്ടമി രോഹിണിയുടെ അന്ന് ജപിക്കേണ്ട പ്രിയപ്പെട്ട മന്ത്രം പറയുകയാണ്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. ഇത് ഒരു ജപമാല മുഴുവൻ 108 തവണ. അതിനുശേഷം ഓം ശ്രീ രാധാകൃഷ്ണായ നമ 108 പ്രാവശ്യം. അതിനുശേഷം കൃഷ്ണന്റെ അഷ്ടോത്തരം. നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വൈകുന്നേരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം.